Please like and subscribe. അപ്പോൾ വീണ്ടും നമ്മളൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ചമ്മന്തി ചിക്കൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. അതായത് വളരെ എന്താ പറയുക, 15 മിനിറ്റിൽ 20 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയ ഒരു 30 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ റെസിപ്പീസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ചമ്മന്തി ചിക്കൻ എന്നാണ്. അതായത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കില്ലേ, മിളക് ചമ്മന്തി ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൻ്റെ മസാല വെച്ചിട്ടൊരു ചിക്കൻ. ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസം എന്താ പറയുക, ചിക്കൻ മേടിക്കുമ്പോൾ 1.5 കിലോ ചിക്കനൊക്കെ മേടിക്കില്ലേ. അപ്പോൾ അതിലൊരു 10-250 ഗ്രാം നമ്മൾ വല്ലപ്പോഴും മാറ്റി വയ്ക്കുക. ഇതുപോലെ നമുക്ക് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലോ അതിലൊക്കെ കാണുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണത് ചമ്മന്തി ചിക്കൻ. അതായത് മിളക് ചമ്മന്തി ഉണ്ടാക്കുന്ന അതേ ഇതിൻ്റെ റെസിപ്പി വെച്ചിട്ട് ഒരു ചിക്കൻ റോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചമ്മന്തി ഉണ്ടാക്കാം. മിളക് ചമ്മന്തി ഉണ്ടാക്കണം. അപ്പം മിളക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഈ ചെറിയ ഉള്ളി. അതായത് നമ്മൾ മാക്സിമം ചെറിയ ഉള്ളി യൂസ് ചെയ്യുക, സബോള യൂസ് ചെയ്ത് ചെറിയ ഉള്ളി യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ വറ്റൽ മുളക്, പിന്നെ ഈ സാധാ പുളി. ഓക്കെ, പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഈ മിളക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് മുളകും. ഓക്കെ, മുളക് ചമ്മന്തി ഉണ്ടാക്കണം. നമുക്കിതൊന്ന് വഴറ്റണം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മുളക് ചമ്മന്തി വേണ്ടി ഈ മസാലക്കൂട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി നമ്മൾ മാക്സിമം ഇത് യൂസ് ചെയ്യുക, ഇത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റേ ഗോൾഡ് വിന്നർ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതെ മാക്സിമം വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പം നമുക്ക് അതിലേക്കൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് അങ്ങനെ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കണേക്കാൾ മുന്നേ ഒന്ന് വഴറ്റിയെടുക്കൽ മാത്രം നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. അപ്പോൾ അത് മിക്സിയിൽ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വെളിച്ചെണ്ണയുടെ ഇത് ഫ്ലേവറൊക്കെ വന്ന് പുളിയുടെ ഇതൊക്കെ ഒന്ന് പിടിച്ച് കറക്റ്റ് ഒരു ചമ്മന്തി ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കണം മാത്രം. ഇത് ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന രീതിയിലൊന്ന് വഴറ്റുക. നമുക്ക് മിക്സിയിൽ അടിക്കേണ്ടതാണ്. നമ്മൾ ജസ്റ്റ് ഒരു മാക്സിമം പോയി ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റോ വരിക മതി. നമ്മൾ ആ ടൈം അതിൻ്റെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമുക്കത് മിക്സിയിലേക്ക് മാറ്റാം. നമ്മളിത് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മസാല കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് ചമ്മന്തി ആയിട്ട് ചോറിന് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ചിക്കനിലെ ഒരു മസാലയായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഉപ്പ് അധികം ആഡ് ചെയ്യണ്ട, നമുക്ക് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് വീണ്ടും ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാണ്. ഗ്യാസ് ഓൺ ചെയ്തു കുറച്ചും കൂടി വെളിച്ചെണ്ണ നമ്മളിൽ ഒഴിച്ചു. എന്നിട്ട് അത് ആവശ്യമുള്ള കടുക് ഒന്ന് പൊട്ടി. സാധാരണ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കടുക് ഇടാറില്ല, പക്ഷെ ഇത് നമ്മൾ ഒരു വെറൈറ്റി ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇത്ര വേപ്പില മതി. വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് സിമ്മിലാക്കി വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള ഈ മസാലയില്ലേ അതൊന്ന് ചേർക്കാം.
നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ ഈ കൂട്ട്, ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചമ്മന്തിയുടെ കൂട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് മൂക്കട്ടെ. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഗാർലിക്കും ഇഞ്ചിയും വേണം. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഗാർലിക്കും ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഗാർലിക്കൊക്കെ വളരെ നൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നൈസായിട്ട് അതിന് ഗാർലിക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ചേർക്കണം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇങ്ങനെ ചേർത്താലായിരിക്കും ടേസ്റ്റ്. നമ്മളിപ്പോൾ ബാച്ചിലറാണ്, നമുക്ക് ടൈമില്ല, അങ്ങനത്തെ സമയത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് നമ്മുടെ ടൈം പോലെയും നമ്മുടെ സൗകര്യം പോലെയും എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എങ്ങനെ അരിഞ്ഞിടണമെന്ന് ഒരു നിർബന്ധമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്താലും മതി. സാഹചര്യം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ടൈം എടുത്തിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് കുക്ക് ചെയ്യണ ഒരു ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല നമുക്ക് ടൈം പെട്ടെന്ന് വേണം എന്നുള്ളൊരു ഇതിലാണെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാം. എന്നാൽ രണ്ടിനും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ജിഞ്ചറും ഗാർലിക്കും റോ ആയിട്ടും കൂടി ആഡ് ചെയ്തു. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മൂപ്പിക്കുക. ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. വേറെ അധികം മസാലകളൊന്നും ഇല്ല ഇതിൽ. നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ ഗരം മസാല വേണം, അതല്ല ബാക്കി വേറെ മല്ലിപ്പൊടി, ചിക്കൻ മസാല ഒന്നും ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് മസാലകൾ യൂസ് ചെയ്തിട്ട്, അതായത് ഒരു റോ ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മളിത് വീണ്ടും ഒന്ന് സിമ്മിലാക്കുക. നമുക്ക് ചിക്കൻ ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ ഹാഫ് കിലോ ചിക്കൻ എടുത്തോട്ടുള്ളൂ, അധികം ഉണ്ടാക്കുന്നില്ല. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മസാലയിലിട്ട് ഒന്നുകൂടി ഇളക്കുക. ഫുൾ ചിക്കൻ്റെ ഇതിലേക്ക് പിടിക്കണ പോലെ നമുക്ക് ജസ്റ്റ് കുറച്ച്, അധികം വേണ്ട, വളരെ കുറച്ച് വെള്ളം അത്ര മതി. വളരെ ലൈറ്റായിട്ടൊന്ന് വെള്ളം ഒഴിക്കുക. അതൊന്നും കൂടി ഇളക്കുക. എന്നാലും വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അത് ഗ്യാസിൻ്റെ ഇതൊന്ന് മീഡിയത്തിലാക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം ഒന്നത് അങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ്. അപ്പോൾ നമുക്കിനി ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ട്, 15 മിനിറ്റ് ആയിട്ട്. അപ്പം നമുക്ക് തുറന്ന് നോക്കി നോക്കാം ഇതിൻ്റെ ഏത് കൺസിസ്റ്റൻസിയിൽ ഇരിക്കണമെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ചിക്കൻ ഇറങ്ങിയ വെള്ളം കുറച്ചുണ്ട്. നമുക്ക് ഇത്ര വെള്ളം നമുക്ക് ആവശ്യമില്ല. നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട്, ചിക്കനൊക്കെ ഏകദേശം വെന്തുണ്ട്, പക്ഷെ വെള്ളം കുറച്ച് കൂടുതൽ. നമുക്ക് ഇത്ര കൺസിസ്റ്റൻസി, നമ്മളൊരു സെമി ഡ്രൈയിലാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കുറച്ചും കൂടി നല്ലൊരു ഗ്രേവി ടൈപ്പായിട്ട് കിട്ടും. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് മൺപാത്രം ആയതുകൊണ്ട് മാക്സിമം ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടി യൂസ് ചെയ്യുന്നത്. നമുക്കിത് നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ട ചൂട് വെച്ച് തന്നെ ഓഫ് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഒരു സെമി ഡ്രൈ ആയിട്ട് വേണ്ട കാരണമാണ് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതാക്കുന്നത്, വഴറ്റുന്നത്. ചിക്കനൊക്കെ ഓൾറെഡി വെന്തുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഒരു 5 മിനിറ്റ് മതി. ഓക്കെ. ചിക്കൻ എങ്ങനെ വെച്ചാൽ, ചിക്കൻ്റെ ഒരു ഗുണം, ചിക്കൻ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഡിഷാണ്. ചിക്കൻ എങ്ങനെ വെച്ചാലും അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത്രയ്ക്കും ഒരു മോശം അവസ്ഥയിൽ വെച്ചാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഒരു സവാള 2 തക്കാളി എരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ച് കുറച്ച് മസാല ഇട്ടായാലും ചിക്കന് ടേസ്റ്റ് കിട്ടും. പക്ഷെ ബാക്കിയുള്ള ബീഫും അതൊന്നും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഏത് ബാച്ചിലേഴ്സിന് ആർക്ക് വേണ്ടിയിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു സാധാരണ ചിക്കൻ റോസ്റ്റാണ് എപ്പോഴും ഉണ്ടാക്കുക. അപ്പം അത് എല്ലാ ദിവസവും ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ. ചിക്കൻ ഇപ്പോൾ ഒരു കോമൺ ഡിഷാണല്ലോ. നമ്മളിപ്പോൾ പണ്ട് നമ്മൾ സാറ്റർഡേ സൺഡേസിൽ മാത്രമാണ് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളത് ഒരുവിധം എല്ലാ ദിവസവും നമുക്ക് ചിക്കൻ ഉണ്ടാവും. അപ്പം അത് എല്ലാ ദിവസവും സെയിം ഫോർമാറ്റിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു
ഒരു മടുപ്പ് വരില്ലേ. അപ്പം അതുകൊണ്ട് നമ്മളൊരു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കറി വെക്കാൻ ഒരു 1.5 കിലോ ചിക്കൻ മേടിക്കുമ്പോൾ അതിൽ അല്ലെങ്കിൽ 1 കിലോ ചിക്കൻ ഒരു 250 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 300 ഗ്രാമോ മാറ്റി വയ്ക്കുക. അതായത് നമുക്ക് സമയം കിട്ടുമ്പോൾ ഒരു നല്ല മൂഡ് വരുമ്പോൾ ഇതുപോലെ നല്ല റെസിപ്പീസ് കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അത് ഓക്കെ ആണെന്നുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കാമല്ലോ. ഇപ്പം എന്നും ചിക്കൻ ആയതുകൊണ്ട് അത്ര മോശം വരില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഓപ്പൺ ചെയ്ത് വേവിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു സെമി ഡ്രൈ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതൊന്ന് വീണ്ടും സിമ്മിലാക്കുക. നമുക്ക് 2 ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട്. 2 ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ജസ്റ്റ് ഓക്കെ, നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ഒരു സ്പൂണ്, നമുക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച്. എൻ്റെ ഒരു സ്പൂൺ കണ്ടോ, ഞാൻ അതിലൊരു 1.5 സ്പൂണാണ് ഗരം മസാല ആഡ് ചെയ്യുന്നത്. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ബ്ലാക്ക് പെപ്പർ, അതും പറഞ്ഞ പോലെ നമ്മുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ ഇത്രയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ മറക്കാണ്ട് ഗ്യാസ് സിമ്മിലാക്കണം, അല്ലെങ്കിൽ മസാല കരിയും. മസാലയല്ല ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ആഡ് ചെയ്യാം. ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മല്ലിയുടെ ഇലയും കൂടി ഒന്ന് ചേർക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്, ചിക്കൻ മിളക് അല്ലെങ്കിൽ മുളക് ചമ്മന്തി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഐറ്റം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ലാസ്റ്റ് ഒരു മിനിറ്റ് നേരം ഒന്നും കൂടി തീ ഒന്ന് കയ്യിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ. നമുക്കത് ഇവിടെ വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിളക് ചമ്മന്തി ചിക്കൻ. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. വളരെ സിമ്പിളാണ്. വെറും 10-15 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ മീൻസ് മാക്സിമം ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ചിക്കൻ എന്നും ഒരേപോലെ വെക്കുമ്പോൾ ബോറടി മാറ്റാൻ വേണ്ടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കി നോക്കുക.